മായ വാർത്ത എവിടെ നിന്നും വരുന്നില്ല. ഏതറ്റം വരെ പോകുമെന്ന് കാത്തിരിപ്പിലാണോ ലോക നേതാക്കളെന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് നിലവിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ തുടരെ സ്ഫോടനം നടക്കുന്ന റിപ്പോർട്ടുകളില്ല. പ്രത്യേകിച്ച് അവിടെ നോമ്പുതുറ സമയം കൂടിയാണ്. ഇപ്പോൾ ആ ഒരു ഗ്യാപ്പാണോ കൂൾ ഓഫ് ടൈം ആണോ എന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. എന്തായാലും ഇറാൻ പിന്നോട്ട് പോയിട്ടില്ലെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആയത്തുൽ ഖമേനി പെസഷ്കിയാനെയും അടക്കം വധിച്ചെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഈ കാര്യത്തിൽ ഇസ്രായേലിൽ നിന്നും സ്ഥിരീകരണമോ ഇറാനിൽ നിന്നും സ്ഥിരീകരണമോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ അവരുടെ ഈ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിറ്റാലിയേഷൻ, ഈ തിരിച്ചടി ഈ മട്ടിലായിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ സുപ്രീം ലീഡർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പവർ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതൊരു റിലീജിയസ് പവർ കൂടിയാണ്. അവർക്ക് ആത്മീയമായ ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആയത്തുൽ ഖമേനി. അത് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും, അതുകൊണ്ട് തന്നെ ഈ അങ്ങനെ ഒരു വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് കനത്ത പ്രത്യാഘാതങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ ഈ കണ്ട തോതിലായിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള ആക്രമണം എന്ന കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ സംശയവും ഉണ്ടാകില്ല. പക്ഷേ ഈ കാര്യം സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്രംപ് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്യുമെന്ന വാർത്ത വന്നിരുന്നു. പക്ഷേ ഈ വൈകിയ മണിക്കൂറിലും അങ്ങനെ ഒരു വാർത്ത വരുന്നില്ല, അഭിസംബോധന ചെയ്തിട്ടില്ല. അതായത് ഇത് സംബന്ധിച്ച് ഈ പറയുന്ന അൽ ഖമേനിയുടെ കൊലപാതകമോ അല്ലെങ്കിൽ അൽ ഖമേനി ഇല്ലാതാക്കുന്ന വാർത്തയിൽ സ്ഥിരീകരണം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിനർത്ഥം ഇസ്രായേലിൽ നിന്നും ഇത് സംബന്ധിച്ച് കാര്യമായ സ്ഥിരീകരണങ്ങൾ, അതായത് ഒരു അഭ്യൂഹങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഒതന്റിക്കായ ഒരു തെളിവായൊന്നും ഇപ്പോൾ ഇസ്രായേലും ഈ കാര്യത്തിലൊരു കാര്യങ്ങൾ പുറത്തു പറയാനുള്ള ഘട്ടത്തിലായിട്ടില്ല എന്ന് നമ്മൾ അനുമാനിക്കുന്നത്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു 3 പതിറ്റാണ്ടിന് ശേഷം ഗൾഫ് രാജ്യങ്ങൾ, ഇത്രത്തോളം ഗൾഫ് രാജ്യങ്ങൾ ഒരേ സമയം ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന, സ്ഫോടനം ഉണ്ടാകുന്നത് ഒരു 3 പതിറ്റാണ്ടിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ മധ്യപൂർവേഷ്യ വിറച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭീകരാന്തരീക്ഷം അവരിന്ന് ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല. ഇനിയും തുടരെ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയും അവർക്കുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോഴും ഇറാൻ പറയുന്നത് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ മാത്രമാണ് ആക്രമിച്ചതെന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ജനവാസ മേഖലയിലോ മറ്റോ ആക്രമണം നടത്തിയതായ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം അവർ ഈ ആക്രമണത്തെ കണ്ടം ചെയ്യുമ്പോൾ തന്നെ, ഈ അപലപിക്കുമ്പോൾ തന്നെ അവരുടെ പരമാധികാരത്തിൽ ഇറാന്റെ കൈകടത്തലുകൾ അവർ കൃത്യമായ രീതിയിൽ വിമർശനം ഉയർത്തുന്നുണ്ട്. ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന ഒരു മുന്നറിയിപ്പും ഇറാന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ മട്ടിലാണെങ്കിൽ, അതായത് റിറ്റാലിറ്റി ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾ ഒരുങ്ങുന്നു, അതേസമയം ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ തിരിയുന്നു. അങ്ങനെയാണെങ്കിൽ 4 വേലികളിൽ നിന്നും, അതായത് 4 ഭാഗങ്ങളിൽ നിന്നും ഇറാനെതിരെ ആക്രമണം ഉണ്ടാകും. അങ്ങനെ അറ്റാക്ക് ഉണ്ടായാൽ ഇറാൻ അത് കാര്യങ്ങൾ എളുപ്പമാകില്ലേ. അതേസമയം തന്നെ അവിടെയുള്ള ഈ പറയുന്ന ആഭ്യന്തര പ്രശ്നം അവരുടെ മുന്നോട്ട് പോക്കിനെ, ആ രാജ്യത്തിന്റെ ഒരു യൂണിഫിക്കേഷനെ, സോളിഡാരിറ്റി എല്ലാം പിന്നോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്, ഇറാനാണ് ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി പോകുന്നത്. കാരണം 3 ഭാഗങ്ങളിൽ ആക്രമണം ഈ പറഞ്ഞത് മട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ കൂടി അറ്റാക്ക് ചെയ്യാൻ തുനിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിലേക്ക് ഒരു സമാധാനത്തിലേക്ക് എത്തണമെന്നുള്ളത് അമേരിക്കയെക്കാളും ഇസ്രായേലിനേക്കാളും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെക്കാളും ഇറാനെ സംബന്ധിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് നേരത്തെ UN സംബന്ധിച്ച് രക്ഷാ കൗൺസിൽ വിളിക്കണം അഭ്യർത്ഥിച്ചത്.